PB അംഗം വിജയരാഘവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയരാഘവൻ, നമുക്കറിയാം യെച്ചൂരിയുടെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന് പോലും അത് നമുക്കറിയാം, അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. CPM-ന് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കും യെച്ചൂരിയുമായി വളരെ അടുത്ത ബന്ധമാണ്. എങ്ങനെയാണ് ഈ ഒരു വിടാവിനെ നോക്കിക്കാണുന്നത്? 4 ദശാബ്ദത്തിന്റെ സൗഹൃദമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുമായിട്ടുള്ളത്. വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം എന്റെ നേതാവായിരുന്നു. അദ്ദേഹം SFI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോഴാണ് ഞാൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അന്നു മുതൽ ദേശീയ തലത്തിൽ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ രാഷ്ട്രീയ ഘടനയിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നടത്തിയ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പോരാളിയായിരുന്നു സഖാവ് സീതാറാം. എല്ലാവരെയും ഇക്കാര്യത്തിൽ ഒന്നിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകളുമായിട്ടുള്ള നിറഞ്ഞ സൗഹൃദം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നല്ല ദൈക്ഷണികമായ നേതൃത്വം CPM നൽകുന്നതിൽ മികച്ച പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ആ ദൈക്ഷണികതയ്ക്കൊപ്പം തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലും നല്ല മേൽക്കൈ ഉണ്ടായിരുന്ന സഖാവാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം, തിളച്ചു പറഞ്ഞ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിയന്തരാവസ്ഥയിൽ നടക്കുമ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്താണ് വളരെ ചെറുപ്പക്കാരനായിരുന്ന യെച്ചൂരി ഉണ്ടായിരുന്നത്. നമുക്കറിയാം, വളരെ വളരെ ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം. ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം നമ്മളിൽ നിന്നും പറിച്ചറിയപ്പെടുന്നു എന്ന് തന്നെ ചിന്തിക്കാൻ കഴിയാത്ത വിഷമുണ്ടാക്കുന്ന ഒരു വളരെ 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 വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ വിജയരാഘവൻ, ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല നേതാക്കൾക്കും അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, അദ്ദേഹം ഒരു ഗുരുവായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പല നേതാക്കളും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗമ്യശീലം മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണെങ്കിൽ പോലും എങ്ങനെ മറ്റുള്ള പാർട്ടികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പലർക്കും ഗുരുസ്ഥാനീയനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.